ഹായ്, നമ്മൾ മാത്സിൻ്റെ ഇന്ന് ലോഗരിതവും ഡിഫറൻസിയേഷനും ലിമിറ്റ്സുമാണ് ചെയ്യുന്നത് കേട്ടോ. ലോഗരിതത്തിൽ നിന്ന് 8 ക്വസ്റ്റ്യൻ കാണും, ലിമിറ്റിൽ നിന്ന് ഒരു 10 ചോദ്യം കാണും. ബാക്കി ഡിഫറൻസിയേഷൻ നമ്മൾ നാളെ ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ വരുന്ന ക്ലാസ്സുകളിൽ 3 ടോപ്പിക്ക് വെച്ചായിരിക്കും കവർ ചെയ്ത് പോകുന്നത്. അത് നിങ്ങൾ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും, കുറച്ച് ടഫസ്റ്റ് ടോപ്പിക് ആയിരിക്കും കേട്ടോ. അപ്പോൾ റിവിഷൻ ക്ലാസ് 1 ആണ്, 6ഓളം റിവിഷൻ ക്ലാസ് കാണും, 6 അല്ല 5. അപ്പം 3 സബ്ജക്റ്റിൽ 16 ടോപ്പിക്ക് നമുക്ക് അങ്ങനെ കവർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആദ്യം ലോഗാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ലോഗരിതം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ലോഗ് ആദ്യം എടുക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് എക്സ് ഇൻ ലോഗ് 10x² - 4x + 5 = 0. വളരെ സിമ്പിളായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആദ്യം അറിയാവുന്നൊരു കാര്യം എന്താ, ഇപ്പം 4³ = 64. നമുക്കറിയാം ലോഗ് ഓഫ് ദിസ് വാല്യൂ ടു ദ ബേസ് ദിസ് വാല്യൂ = 3. ഇനി 10⁻0 = 1, അല്ലെങ്കിൽ എനി നമ്പർ റൈസ് ടു 0 = 1. ദാറ്റ് മീൻസ് ലോഗ് ഓഫ് ദാറ്റ് വാല്യൂ ടു ദ ബേസ് 10 = 0, അല്ലെങ്കിൽ ലോഗ് ഓഫ് ദാറ്റ് വാല്യൂ ടു ദ ബേസ് 2 = 0 അല്ലേ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 0 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, എനി നമ്പർ റൈസ് ടു 0. ഈ ഇവിടെ ബേസ് ആകുമ്പോൾ 10⁻0 എന്നാണ്. അപ്പം x² - 4x + 5 = 10⁻0 എന്നല്ലേ അവിടുത്തെ അർത്ഥം. ഇത് വെച്ച് അതല്ലേ അവിടെ അർത്ഥം, ഇതല്ലേ അതിൻ്റെ മീനിങ്, അതല്ലേ മീനിങ്. ഡൗട്ടുണ്ടോ? വിച്ച് മീൻസ് x² - 4x + 5 = 1 എന്നല്ലേ അർത്ഥം. കമൻ്റ് ഇട്. ഇങ്ങനെ എഴുതിയാൽ ഇതൊക്കെ അല്ലേ അതിൻ്റെ അർത്ഥം. എന്തെങ്കിലും ഡൗട്ടുണ്ടോടെ? അങ്ങനെയാണെങ്കിൽ x² - 4x, ഈ 1 ഇപ്പുറം കൊണ്ട് 5 - 1 4 -4 = 0 അല്ലേ. +4 = 0, which means x - 2 the whole square = 0, x = 2. +or-2 എന്ന് ചിലർ എഴുതും, അത് തെറ്റാണ്. +or-2 ഇല്ല. ഞാൻ അതുകൂടെ ക്ലാരിഫൈ ചെയ്ത് തരാം. x - 2 the whole square = 0² എന്ന് എഴുതാം. സ്ക്വയറും സ്ക്വയറും ക്യാൻസൽ ആവും. x - 2 = 0, x = 2. ആൻസർ 2 വരും. പിടികിട്ടിയോ? സാർ അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ലോഗ് yx⁵5? ഓക്കെ, ഇവിടെ ഉപയോഗിക്കേണ്ട ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോഗ് ഓഫ് ബേസ് a to b = ലോഗ് ഓഫ് b / ലോഗ് ഓഫ് a ആണെന്നറിയാം. അല്ലെങ്കിൽ ലോഗ് ഓഫ് എക്സ് വൈ എന്നെഴുതിയാൽ ലോഗ് y / ലോഗ് x ആണെന്ന് നമുക്കറിയാം. അതല്ലെങ്കിൽ ലോഗ് y ടു ദ ബേസ് x എന്ന് എഴുതിയാൽ ലോഗ് y / ലോഗ് x എന്ന് എഴുതാം. ഇതൊന്നും വേറൊരു പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യാം. ലോഗ് എന്താണ്, ഇവിടുന്ന് മനസ്സിലാക്കേണ്ട പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ 1/ലോഗ് xy എന്ന് പറയുന്നത് ലോഗ് yx എന്നും കൂടെ ഡിഫൈൻ ചെയ്ത് എഴുതാം. ഈ 4 പ്രോപ്പർട്ടികളെ പഠിച്ചോണം. ഇതൊരു പ്രോപ്പർട്ടി, അതായത് ലോഗ് x/ലോഗ് yx എന്ന് പറയുന്നത് ലോഗ് y/x ആണ്. ഇത് തിരിച്ചാകുമ്പോൾ അപ്പോൾ ഇത് തിരിച്ചിടാം. ഇതൊരു പ്രോപ്പർട്ടി ആയിട്ട് വെച്ചോണം. ഇതെല്ലാവരും പ്രോപ്പർട്ടി ആയിട്ട് വെച്ചോണം. അങ്ങനെയെങ്കിൽ ഈ പ്രോപ്പർട്ടി മനസ്സിലായോ? ഈ പ്രോപ്പർട്ടി പിടികിട്ടിയോ എല്ലാവർക്കും? ഈ പ്രോപ്പർട്ടി പിടികിട്ടിയോ? പ്രോപ്പർട്ടി അങ്ങ് എഴുതി എഴുതണം. ഞാനിപ്പോൾ അത് മായ്ച്ചു കളയും. ഈ പ്രോപ്പർട്ടി മായ്ച്ചു കളയും. ഞാൻ പ്രോപ്പർട്ടി മായ്ച്ചു കളയുവാണ്. പിന്നെ അങ്ങനെയാണെങ്കിൽ എനിക്ക് ലോഗ് ഒരു പ്രോപ്പർട്ടിയുടെ നമ്മൾ മറന്നുപോയല്ലോ. എന്താണ്? ലോഗ് x⁻m എന്താണ്? m log x അല്ലേ? സോറി, m log x അല്ലേ? m log x ആണ് അല്ലേ? ലോഗ് x⁻m m log x ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എഴുതാം 5 log xy ഇല്ലേ ഇൻറ്റു 2 log yx ഇൻറ്റു 3 log zz. അങ്ങനെയാണെങ്കിൽ 5 ഇൻറ്റു ലോഗ് x/ ലോഗ് y ഇൻറ്റു 2 log y/ log x ഇൻറ്റു 3 log z/ log z. ഇതിന് ക്യാൻസൽ ഉള്ള ക്യാൻസൽ ആയി. ലോഗ് വൈയും കട്ടായി, ലോഗ് എക്സും കട്ടായി, ലോഗ് ഇസഡും കട്ടായി. 5 × 2 × 3 30. പിടികിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ, കൂടെ എഴുതിക്കോണേ. അടുത്ത ക്വസ്റ്റ്യൻ, y = 2 log 2 raised to
log x8 then x is equal to, സിമ്പിളാണ് ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നമുക്കൊരു ലോ അപ്ലൈ ചെയ്താൽ ഇവിടെ y is equal to 2 raised to 1 by log x to the base 8 എന്നാ. രണ്ട് സൈഡിലും ലോഗ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇവിടെ ഞാൻ ലോഗ് അപ്ലൈ ചെയ്തു, ഇവിടെയും ലോഗ് അപ്ലൈ ചെയ്തു. ഇവിടെ അപ്ലൈ ചെയ്തപ്പോൾ 2 raised to log 1 by x8 എന്നല്ല എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോഗ് y ഈക്വൽ ടു ഇതിങ്ങ് ഫ്രണ്ടിൽ വരുമ്പം 1 by log x8 ഈക്വൽ ടു log 2 എന്ന് വരും. ഇതിനെ എനിക്കൊരു ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്ത് ഇതിനൊന്ന് തിരുത്താം. ലോഗ് y ഈക്വൽ ടു ഇതിനെ എനിക്ക് വേണമെങ്കിൽ log 8x ഇൻറ്റു log 2 എന്നാക്കാം. ഇങ്ങനെ എഴുതിയ സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇങ്ങനെ എഴുതിയതി ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്ന പോലെ സംശയമുണ്ടോ? ഏത് പ്രോപ്പർട്ടിയുള്ള ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത വീണ്ടും പ്രോപ്പർട്ടികളുടെ ഒരു പരമ്പരയാണ് ഇവിടെ അരങ്ങേറുന്നത്. log x ഡിവൈഡഡ് ബൈ log 8 ആണ്. ഇതിനിങ്ങനെ എഴുതാമല്ലോ, ഇൻറ്റു log 2 ആണ്. വീണ്ടും പ്രോപ്പർട്ടികളുടെ ഒരു പടക്കം പൊട്ടികളുടെ നടക്കാൻ പോവുകയാണ്. log y വീണ്ടും എഴുതി, log x വീണ്ടും എഴുതി, ഡിവൈഡഡ് ബൈ log 2 ക്യൂബ് എന്ന് എഴുതാൻ പറ്റും നമുക്ക്, ഇൻറ്റു log 2 എന്ന് എഴുതാൻ പറ്റും. log y ഈക്വൽ ടു വീണ്ടും പ്രോപ്പർട്ടികളെ കൊണ്ട് നമ്മൾ നിറയ്ക്കുകയാണ്. log y ഈക്വൽ ടു എന്താണ്? log x ഇൻറ്റു 3 log 2 ഇൻറ്റു log 2 എന്നാക്കി. log 2 കട്ടായിപ്പോയി. അപ്പോൾ ഇവിടെ 3 log y ഈക്വൽ ടു log x എന്നായി. വീണ്ടും പ്രോപ്പർട്ടികളോട് നമ്മൾ കളിക്കാൻ പോവുകയാണ്. വീണ്ടും പ്രോപ്പർട്ടി എടുക്കുന്ന സമയത്ത് എന്താണ്? log y ക്യൂബ് ഈസ് ഈക്വൽ ടു log x എന്നായി. കാരണം ഇതങ്ങ് മേളി വന്നു, ലോഗും കട്ടായിപ്പോയി. y ക്യൂബ് ഈസ് ഈക്വൽ ടു x എന്നായി, വിച്ച് മീൻസ് x ഈസ് ഈക്വൽ ടു y ക്യൂബ് എന്നായി. മനസ്സിലായോടെ? എഴുതിയെടുത്ത് ഞാൻ ആദ്യം ചെയ്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യം ചെയ്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആണ്ട് ഇവിടെ ക്വസ്റ്റ്യൻ എഴുതി, രണ്ട് സൈഡിൽ ലോഗ് അപ്ലൈ ചെയ്തു, ലോഗിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇതിങ്ങ് ഇപ്പുറം വന്നു, എന്നിട്ട് ഇത് തിരിച്ചിട്ടു. ഇത് ഇവിടെ ഏത് പ്രോപ്പർട്ടിയാണ്? ഇവിടെ പ്രോപ്പർട്ടി ലോഗ് എക്സ് വൈ എന്നുള്ളത് 1 by log y x എന്ന് എഴുതാം. ഇതിനെ തിരിച്ചെഴുതാൻ അങ്ങനെ എഴുതാൻ പറ്റും. എന്നിട്ട് ഇത് തിരിച്ചെഴുതി, ഇതിനെ log x by 8. ഇവിടെ ഏത് പ്രോപ്പർട്ടിയാണ്? ലോഗ് ബി എ എന്നുള്ളത് log a by log b നമുക്ക് എഴുതാം. അങ്ങനെ ഒരു ലോഡ് പ്രോപ്പർട്ടികൾ അപ്ലൈ ചെയ്ത് നമ്മൾ അവസാനം എക്സ് ഇസ് ഈക്വൽ ടു വൈ ക്യൂബ്. ഓപ്ഷനിൽ എക്സ് ഇസ് ഈക്വൽ ടു വൈ ക്യൂബ് എന്നുണ്ടായിരുന്നു, എക്സ് ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്നുണ്ടായിരുന്നു, എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് വൈ എന്നുണ്ടായിരുന്നു, എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നുണ്ടായിരുന്നു. ഇത് ഓപ്ഷൻ എ, ഇത് ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഇപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു വൈ ക്യൂബാണ് ആൻസർ. പിടികിട്ടിയോ? അടുത്ത ചോദ്യം കണ്ട്, ഇത് നല്ല ചോദ്യമാണ്. log x ലോഗിൻ്റെ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലോഗിൻ്റെ 5-6 നല്ല ചോദ്യം കാണും, അത് കഴിഞ്ഞ് നമ്മൾ അടുത്തോട്ട് പോകത്തുള്ളൂ. log x by log 5. ഇവിടെ ആലോചിക്കേണ്ട കാര്യം, ഇവിടെ log 6 ആണെങ്കിൽ ഇതിൽ log 6ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. 36 എന്ന് പറഞ്ഞാൽ 6ൻ്റെ സ്ക്വയർ അല്ലേ? അത് കണക്ക് ആ ഒരു പ്രോപ്പർട്ടി. അപ്പോൾ ആദ്യം ഈ സെഷൻ എടുക്കാം, അത് കഴിഞ്ഞ് ഈ സെഷൻ എടുക്കാം. അങ്ങനെ 2 സെഷനായിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ log x by log 5 is equal to എന്താ? log 6 സ്ക്വയർ ഡിവൈഡഡ് ബൈ log 6 എന്ന് കിട്ടും. അതായത് log x ഡിവൈഡഡ് ബൈ log 5 ഈക്വൽ ടു 2 log 6 ഡിവൈഡഡ് ബൈ log 6 എന്ന് കിട്ടും. log 6 ക്യാൻസൽ ആയിപ്പോയി. അപ്പം log x ഈസ് ഈക്വൽ ടു 2 log 5 എന്ന് കിട്ടും. ഇവിടെ നിന്ന് ബാലൻസ് ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ്? log x ഈസ് ഈക്വൽ ടു log 5 സ്ക്വയർ എന്ന് കിട്ടും. ലോഗും കട്ടായിപ്പോയി. x ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ എന്ന് കിട്ടും. x ഈസ് ഈക്വൽ ടു 25 എന്ന് കിട്ടും. ഈ സെഷൻ പിടികിട്ടിയോ? ഇവിടെ ഒരു ട്രാപ്പും കൂടെ ഉണ്ട്. ഒരു ട്രാപ്പ് എന്തോ പറഞ്ഞുതരാം. x ഈസ് ഈക്വൽ 25 പിടികിട്ടിയോ? x ഈസ് ഈക്വൽ 25 പിടികിട്ടി. ഞാൻ അപ്പുറത്തോട്ട് മാറ്റി വെച്ചു. ഓക്കെ, 25 ഇടിരിക്കട്ടെ. എനിക്ക് അടുത്തത് വേണ്ടേ? അടുത്ത സെഷൻ എടുക്കാനായിട്ട് log 36 6 സ്ക്വയർ ഡിവൈഡഡ് ബൈ log 6 ഈസ് ഈക്വൽ ടു log 8 സ്ക്വയർ ഡിവൈഡഡ് ബൈ log y എന്നായി. ഇവിടെ നിന്ന് എനിക്ക് ആൻസർ പിടികിട്ടി കാണും. അവിടെ 2 log 6 ഡിവൈഡഡ് ബൈ log 6 ഈക്വൽ ടു 2 log 8 ഡിവൈഡഡ് ബൈ log y എന്നായി. log 6 കട്ടായിപ്പോയി. log 2 log y ഈസ് ഈക്വൽ ടു 2 log 8. അപ്പോൾ 2ഉം 2ഉം ലോഗും കട്ടായിപ്പോയി. y ഈസ് ഈക്വൽ ടു 8 വന്നു. നമ്മുടെ ഓപ്ഷനിലൊരു കുരുക്കുണ്ട്. ഓപ്ഷനിലെ കുരുക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു. ഫസ്റ്റ് ഓപ്ഷൻ
8 and 25. രണ്ടാമത്തേത് 25 and 8. മൂന്നാമത്തേത് 25 and 22. നാലാമത്തേത് 8 and 22. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സ് ആൻഡ് വൈ റെസ്പെക്റ്റീവ്ലി എന്നാ. എക്സും വൈയും. അപ്പോൾ എക്സ് കഴിഞ്ഞിട്ട് വൈ എഴുതാവും. അപ്പോൾ ഏതാ ഉത്തരം? 25 and 8. അപ്പോൾ 25 and 8 ഇതായിരിക്കും ഉത്തരം വരുന്നത്. വൈ ആൻഡ് എക്സ് ആർ റെസ്പെക്റ്റീവ്ലി എന്നാ. കുരുക്ക് ശ്രദ്ധിക്കണം. വൈ ആൻഡ് എക്സ് ആണെങ്കിലോ ഓപ്ഷനേ വരും. എക്സ് ആൻഡ് വൈ ആണെങ്കിൽ 25, 8. അത് ശ്രദ്ധിക്കണം. അതും കൂടെ ശ്രദ്ധിക്കാനാണ് ചോദ്യം ഇട്ടത്. ഇവിടെ നോക്കിയേ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങളെ പണിഞ്ഞുണ്ടോ? നോക്കിയേ, എക്സ് ആൻഡ് വൈ റെസ്പെക്റ്റീവ്ലി എന്നാ. ഇവിടെ തിരിച്ചാ ചോദിച്ചെങ്കിൽ ഉത്തരം മാറത്തില്ല. ഉത്തരം കിട്ടിയിട്ട് കാര്യമുണ്ടോ? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. അതൊക്കെ കട്ട് ഓഫിനുള്ള പണിയാണ്. നിങ്ങളൊന്ന് പാസ്സാവാതിരിക്കാനുള്ള. അപ്പോൾ ഇത് എഴുതിയെടുത്ത എല്ലാവരും. അടുത്ത ചോദ്യം പറയട്ടെ. ഇന്നല്ല ചോദ്യം. വാട്ട് ഈസ് 1/log2n log3n log4n? നമ്മളിവിടെ വീണ്ടും പ്രോപ്പർട്ടികളുടെ ഒരു കളിയാണ്. ലോഗ് വന്നാലേ നിങ്ങൾ ആലോചന മൊത്തം പ്രോപ്പർട്ടികളുടെ ഒരു ബഹളമായിരിക്കും. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ പ്രോപ്പർട്ടി ഡയറക്റ്റ് എനിക്ക് log_n2 പ്ലസ് log_n3, അതായത് തിരിച്ചെഴുതി, പ്ലസ് log_n4 log_n3 പ്ലസ് log_n5 പ്ലസ് എക്സെട്ര log_n100. ഇങ്ങനെ എഴുതിക്കൂടെ? തിരിച്ചെഴുതിക്കൂടെ? ഏത് പ്രോപ്പർട്ടിയാ? 1/log_b എന്നുള്ളത് log_ab എന്ന് എഴുതിക്കൂടെ? ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചൂടെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്തൊരു പ്രോപ്പർട്ടി ഉപയോഗിക്കാം. log_a പ്ലസ് log_b പ്ലസ് log_c എന്ന് പറയുന്നത് എന്താണ്? log_a_b_c ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എഴുതാം log_n × 1 × 2 × 3 × 1. ഞാൻ ചുമ്മാ എൻ്റെ കയ്യിൽ നിന്നിട്ട് എഴുതിയതാണ്. 1 ഇട്ടതെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ലല്ലോ. 4 × up to 100 ആണ്. വിച്ച് മീൻസ് log_n 100 ഫാക്ടോറിയൽ ആണ്. ഇങ്ങനൊരു ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാനില്ല. പകരം ഓപ്ഷനിൽ log_100 ഫാക്ടോറിയൽ ഇവിടെ വന്നിട്ട് n. ഇതാണ് ഓപ്ഷനിൽ കിടക്കുന്നത്. കാരണം 1 × 3 × 2 × 3 × 4 × up to 100 ഫാക്ടോറിയൽ അല്ലേ? മനസ്സിലായോ? അതായത് ഫസ്റ്റിൽ ഞാൻ ഇവിടെ ഇത് കണ്ടോണ്ടേ ഇത് ഇങ്ങനെ ഇട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തിരിച്ചെഴുതിയാൽ ഇങ്ങനെ. ഇതെഴുതിയത് മനസ്സിലായോ? ജീവൻ ഇതെഴുതിയത് മനസ്സിലായോ? അല്ല, ആനന്ദിന് ഇതെഴുതിയത് മനസ്സിലായോ? ആനന്ദല്ലല്ലോ, ആരാ ചോദിച്ചത്? ശ്രീനാഥിന് മനസ്സിലായോ? ഇതെഴുതിയത് മനസ്സിലായോ? ഇതിനെ തിരിച്ചെഴുതിയത് മനസ്സിലായോ? ശ്രീനാഥിന് ഇതിനെ തിരിച്ചെഴുതി വെച്ചത് മനസ്സിലായോ? അത് മനസ്സിലായി. അതിനുശേഷം ഇവിടെ എല്ലാവരും കൂട്ടിയേക്കുക. അപ്പോൾ log_a പ്ലസ് log_b പ്ലസ് log_c എന്ന് പറയുന്നത് നമുക്കറിയാം log_abc ആണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇൻഡിവിജ്വലി കൂട്ടുന്നതിന് ലോഗ് ഒറ്റയടിക്കിട്ടിട്ട് എല്ലാവരും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ലോഗ് ഞാൻ എണ്ണി വിട്ടിട്ട് ബാക്കി ഇവിടെ എല്ലാവർക്കും ഇതൊരു കൺഫ്യൂഷൻ വരും. സാർ ഇത് എവിടുന്ന് വന്നത്? അത് ഇട്ടാലില്ലാലും പ്രശ്നമില്ലല്ലോ. 2 × 3 × 4 × 4. കാരണം ഇവിടെ 2, 3, 4 എല്ലാം ആഡ് ചെയ്തേക്കില്ലേ. അപ്പോൾ ABC എന്നല്ലേ എഴുതി. ഇവിടെ 1 ഇട്ടാലും കുഴപ്പമില്ലല്ലോ. എന്നിട്ട് 1 × 2 × 3 × 4 up to 100 വരെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 100 വരാണ് ഉള്ളത്. അതിന് നമുക്ക് 100 ഫാക്ടോറിയൽ എന്ന് പറയാം. ഇത് 100, ഇതാണ് ആൻസറായിട്ട് കിട്ടുന്നത്. പക്ഷേ ആൻസർ ഓപ്ഷൻ ഇങ്ങനെ ഇല്ല. ഓപ്ഷനിൽ ഇതാ കിടക്കുന്നത്. ഞാൻ ഓപ്ഷൻ എഴുതിയിട്ടില്ല, ഓപ്ഷനിൽ ഇതാ കിടക്കുന്നത്. അപ്പോൾ ഇതിനെ ഇങ്ങനെയും തിരിച്ചെഴുതാം. കാരണം എന്താ? log_a to the base b എന്ന് പറഞ്ഞാൽ 1/log തിരിച്ചെഴുതാം, b to the base a എന്ന് എഴുതാം. പിടികിട്ടിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിമിറ്റുള്ള ചോദ്യമാണ്. എൽ ഹോസ്പിറ്റൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് π/4 sin x - cos x x - π/4. എന്താ? ഒന്ന് കണ്ണം പൂട്ടി ലിമിറ്റ് അങ്ങ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു π/4 അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? cos x പ്ലസ് sin x. കാരണം cos xൻ്റെ മൈനസ് sin x മൈനസ് പ്ലസ് ആവും. താഴെ 1 വരും. അപ്പം cos π/4 പ്ലസ് sin π/4 1/√2 പ്ലസ് 1/√2 വിച്ച് ഈസ് ഈക്വൽ ടു 2/√2 വിച്ച് ഈസ് ഈക്വൽ ടു √2. എൽ ഹോസ്പിറ്റൽ റൂൾ മേളിലും താഴെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. മനസ്സിലായോ? ക്ലാസ് ഇല്ലാത്തവർ ക്ലാസ് കാണുക. മേളിലും താഴെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. മനസ്സിലായോടെ? എൽ ഹോസ്പിറ്റൽ റൂൾ മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. അടുത്ത ചോദ്യം അതും വീണ്ടും എൽ ഹോസ്പിറ്റൽ റൂൾ നല്ല തറവാവണം. അതിനുവേണ്ടി വീണ്ടും പറയുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ലിമിറ്റ് x → 0 e⁻x മൈനസ് ഓഫ് e⁻−x ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -e⁻−x കിട്ടും.
ആ മൈനസ് മൈനസ് ചേർന്ന് പ്ലസ് ആകും, ഡിവൈഡഡ് ബൈ സൈൻ എക്സിനെ ചെയ്യുമ്പോൾ കോസ് എക്സ് ആകും. അപ്പം e⁻0 പ്ലസ് e⁻−0 ഡിവൈഡഡ് ബൈ കോസ് 0 എന്നാകും. അപ്പോൾ ഇത് 1 + 1/1 ആകും, 2 ആകും. ഓപ്ഷൻ 2. നമ്മളിത് ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യനാണ്, ക്ലാസിക്കൽ ക്വസ്റ്റ്യനാണ്. പിടികിട്ടിയോ? ഇത് എൽ ഹോസ്പിറ്റൽ റൂൾ വെച്ച് ചെയ്യാം, പക്ഷേ ഇറ്റ് ഈസ് പ്രിറ്റി മച്ച് കോംപ്ലക്സ്. എൽ ഹോസ്പിറ്റൽ റൂൾ ഇടുമ്പോൾ ടാൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നിങ്ങൾ sec² x കിട്ടും. sec² x കാരണം ഇവിടെ ഒരു വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 3x² എന്ന് കിട്ടും. വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 6x കിട്ടും. പിന്നെയും ചെയ്താലേ 6 വരത്തുള്ളൂ, എന്നാലേ 0 പോകത്തുള്ളൂ. അപ്പോൾ 4 വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടി വരും. അത് ബുദ്ധിമുട്ടാണ്, നിങ്ങളവിടെ ഇരിക്കും. അതിന് പകരം തണ്ടേ നിങ്ങൾ ആ സീരീസ് പഠിപ്പിച്ചിട്ടില്ലേ, ആ സീരീസ് അപ്ലൈ ചെയ്താൽ മതി. സീരീസ് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ട് ഈ സീരീസ് കാണാതിരിക്കുമോ? ഞാൻ അന്ന് പരീക്ഷ ഹാളിൽ ഡിഫറൻസിയേഷൻ ക്ലാസ് ഈ സീരീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. സീരീസ് ഇപ്പോൾ കാണാൻ പഠിച്ചോണം. നിങ്ങൾ സൈൻ എക്സിന് ഇത്തരം സാഹചര്യങ്ങളിൽ x−x³ പ്ലസ് x⁻5 ഇവിടെ വരെ എഴുതിയാൽ മതി, 5 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് പോകും. അത് എഴുതണ്ട, എക്സെട്ര ഒന്നും നോക്കണ്ട. നിങ്ങൾ ആദ്യത്തെ ഈ ടേം വരെ പഠിച്ചാൽ മതി. ഞാൻ പറഞ്ഞുതരാം. ഇനി cos x ഈസ് ഈക്വൽ ടു 1−x²/2 യഥാർത്ഥത്തിൽ ഇത്തരം പഠിച്ചാൽ മതിയേ, പ്ലസ് x⁻4/4 പ്ലസ് എക്സെട്ര. ഇത് ഞാൻ സീരീസിൻ്റെ ക്ലാസ് ഇതൊക്കെ എന്തോന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടാൽ മനസ്സിലാകും. x + x³ പ്ലസ് അല്ല x³ ഉള്ളൂ, ഫാക്ടോറിയൽ x³ ഉള്ളൂ, x³ പ്ലസ് എക്സെട്ര. ഇതിൽ നിങ്ങൾ പ്രധാനമായും സൈൻ എക്സിനെ ഇത്ര അറിഞ്ഞിരിക്കുക. ഇത് ഇത്ര അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇത്ര ലിമിറ്റിൽ 2 വാല്യൂ എടുത്താൽ മതി. ഇത്രയും നന്നായിട്ട് അറിഞ്ഞിരിക്കുക. x³ എന്നാണ്, x³ ഉള്ള ഇവിടെ 3 ഫാക്ടോറിയലില്ലേ, 3 ഉള്ള ഇത്ര എഴുതിയെടുക്കുക. SR ഓക്കെ, ഇത്ര എഴുതിയെടുത്തെങ്കിൽ ഞാൻ സൂം ഔട്ട് ചെയ്യാം, എന്നിട്ട് ക്വസ്റ്റ്യൻ അപ്പുറത്തോട്ട് നോക്കാം. ഇത് ഇനി എങ്ങനെ ചെയ്യാൻ പറഞ്ഞത് കണ്ടോ? ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസിയേഷനാണ്. ഡിഫറൻസിയേഷനല്ല, പ്രോപ്പർട്ടിയാണ്. x → 0. ഈ ടാൻ എക്സിന് പകരം ഞാൻ ആദ്യത്തെ 2 ടേം മാത്രം കൊടുത്താൽ മതി. x + x³ കൊടുത്തു, മൈനസ് സൈൻ എക്സിന് പകരം x - x³ കൊടുക്കുക. 3 ഫാക്ടോറിയൽ 6 ആകും. 3 ഫാക്ടോറിയൽ 6 ആണ്, 3 ഫാക്ടോറിയൽ 6 ആണ്, അത് കൊടുക്കണം. ഡിവൈഡഡ് ബൈ x³ കൊടുക്കുക. എന്നിട്ട് ലിമിറ്റ് x → 0 മേളിൽ x + x³ മൈനസ് x + x³ ഡിവൈഡഡ് ബൈ x³ ഇടുക. അപ്പോൾ ഇതും കട്ടായിപ്പോയി. എന്നിട്ട് ലിമിറ്റ് x → 0 x³ പ്ലസ് x³ ഡിവൈഡഡ് ബൈ x³ എന്നായി. ഞാൻ ഒന്ന് മേലോട്ട് ഇട്ടിട്ട് പറഞ്ഞുതരാം. ലിമിറ്റ് x → 0 ഇവിടെ ചെയ്യുമ്പോൾ 6x³ 9x³, അപ്പോൾ 9x³ ഡിവൈഡഡ് ബൈ 6×3 18x³ എന്ന് വരും. അപ്പോൾ x³ കട്ടായി 9/8 വരും, 1/2 വരും. ഇങ്ങനെ വേണം ഇത് ചെയ്യാൻ. ഇതിനകത്ത് എന്തെങ്കിലും മനസ്സിലാവാത്ത സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇതൊന്ന് നോക്കിയേ, ഇതങ്ങനെ നമ്മൾ ചെയ്തെന്നുള്ളത്. ഇത് x³/3 പ്ലസ് x³/6 ചെയ്യുമ്പം 6x³ പ്ലസ് 3x³ ഡിവൈഡഡ് ബൈ 6×3 18. അതിനെയാണ് ഞാൻ 9x³ ഈ 18 ഇതുകൊണ്ട് എടുത്തില്ല. അപ്പോൾ a/b/c എന്ന് പറഞ്ഞാൽ a/bc എന്നല്ലേ, അത് വെച്ചിട്ടാണ് x³ മേളി വരുന്നത്. മനസ്സിലായോടെ? ഇത് മനസ്സിലായോ? സീരീസ് ഫോം മറക്കല്ലേ, സീരീസ് ഫോം മറക്കല്ലേ, സീരീസ് ഫോം മറക്കരുത്. ഒരു കാരണവശാലും സീരീസിൻ്റെ ഫോം മറക്കരുത്. ഓക്കെ ആണോ? അപ്പോൾ ഇത് 1/2 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്, 1/2. ഓക്കെ, സെറ്റല്ലേ? മാറ്റട്ടെ? സീരീസ് ഫോം ഒരിക്കലും മറക്കരുത്. സീരീസ് ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അത് ചെയ്യിപ്പിച്ചത് പരീക്ഷയ്ക്ക് തുടർച്ചയായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. തുടർച്ചയായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഒരിക്കലും സീരീസ് ഫോം മറക്കരുത്. ഇതൊക്കെ ആണല്ലോ, എല്ലാവരും എഴുതിയെടുത്തല്ലോ. അടുത്തത് കണ്ട്, ഇതൊരു വീണ്ടും അടുത്ത പ്രോപ്പർട്ടിയാണ്. ഇതെല്ലാം പ്രോപ്പർട്ടി വെച്ചുള്ള ചോദ്യങ്ങളാണ്. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ തണ്ടേ ലിമിറ്റ് x → 0 ചുമ്മാ പഠിച്ചോ, 1 പ്ലസ് ഓർ മൈനസ് x⁻m⁴n എന്ന് പറഞ്ഞാൽ ലിമിറ്റ് x → 0 നമുക്കെന്ത് എഴുതാം? ലിമിറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ലിമിറ്റ് ആവേണ്ട പറഞ്ഞ 1 പ്ലസ് ഓർ മൈനസ് ഈ പവർ ഇട്ടിട്ട് ഇങ്ങനെ എഴുതാം.
ഇതൊരു പ്രോപ്പർട്ടിയാണ്. പ്ലസ് ഓർ മൈനസ് ആണ് സാർ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് 1 പ്ലസ് എക്സ് റൈസ് ടു എം ദി ഹോൾ റൈസ് ടു എൻ ആയാലും ഇതിന് 1 പ്ലസ് എൻ എക്സ് റൈസ് ടു എം എന്ന് എഴുതാം. അല്ല 1 മൈനസ് എക്സ് റൈസ് ടു എം ദി ഹോൾ റൈസ് ടു എൻ ആയാലും 1 മൈനസ് എൻ എക്സ് റൈസ് ടു എം എന്ന് എഴുതാം. അതാണ് സാറ് പ്ലസ് ഓർ മൈനസ് ഒരുമിച്ചിട്ടത്. അപ്പോൾ ഇത്ര എഴുതി ടൈം വേസ്റ്റ് ചെയ്യണ്ട, ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കുക. ദിസ് ഈസ് എ പ്രോപ്പർട്ടി. ഇത് പ്രോപ്പർട്ടി ഒന്നുമല്ല, അതായത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം എന്തോ സാധനം ഒന്ന്. നിങ്ങൾ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2x അല്ലേ കിട്ടുന്നത്, എക്സ് ക്യൂബിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 3x² അല്ലേ കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഇതും. ഈ പവർ ഇങ്ങനെ സൈഡിൽ വരുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. അത് നിങ്ങളങ്ങനെ കോംപ്ലക്സ് ആക്കണ്ട, ദാറ്റ് സംതിങ് മച്ച് ഫിഷി. അത് പിന്നെ പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ള മാത്രം പഠിച്ചാൽ മതി, വെറുതെ അതും പഠിച്ചുകൊണ്ടിരിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ പ്രോപ്പർട്ടി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ ഇങ്ങനെ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് 1/x അങ്ങനെയാണെങ്കിൽ പ്രോപ്പർട്ടി വെച്ച് ചെയ്യാനാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് x/2, അതായത് ഹാഫ് എക്സ് മൈനസ് 1 മൈനസ് x/2. ഞാൻ x/2 എന്ന് പറഞ്ഞാൽ 1/2 എക്സിനെയാണ് ഞാൻ x/2 എന്ന് എഴുതിയേക്കുന്നത്. ഇനി x/2 ഇടുന്നതൊന്നും ആലോചിക്കല്ലേ, ഡിവൈഡഡ് ബൈ എക്സ്. ഇതിൻ്റെ ബാക്കി ഇതാ ഇങ്ങോട്ട് എഴുതുവാണ് ഞാൻ. മഞ്ഞയ്ക്ക് എഴുതാം, അല്ല വെള്ളയ്ക്ക് എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് x/2 മൈനസ് 1 പ്ലസ് x/2 ഡിവൈഡഡ് ബൈ എക്സ്. ഇതും കട്ടായിപ്പോയി. അപ്പോൾ മേളിൽ x/2 അപ്പോൾ x/2 അര എക്സിനെ കൂടുമ്പോൾ 1x x/x കട്ടായിപ്പോയി 1 വരും. ആൻസർ 1 വരും. യെസ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇതും അതേപോലെ പ്രോപ്പർട്ടിയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. നമ്മൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനം പറഞ്ഞുതരാം. അതിന് മുമ്പ് നമ്മൾ ഈ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ പഠിച്ചിട്ടില്ലേ? നിങ്ങളെന്താ എക്സ് റൈസ് ടു എക്സ് വന്നാൽ നമ്മളെന്താ ചെയ്യുന്നത്? ലോഗ് y ഈസ് ഈക്വൽ ടു എക്സ് ലോഗ് എക്സ് എന്ന് എഴുതും. രണ്ട് സൈഡിൽ ലോഗ് അപ്ലൈ ചെയ്യും. സെയിം എഫക്റ്റാണ് ഇവിടെ. ന്യൂമറേറ്റർ ലോഗ് അപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സ് റൈസ് ടു 0 ലോഗ് അപ്ലൈ ചെയ്യുമ്പം എന്ത് വരും? എക്സ് ലോഗ് 2 ലോഗ് 1 0 ആയി പോകും. അതെടുക്കണ്ട. ന്യൂമറേറ്റർ ലോഗ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഡിനോമിനേറ്റർ ലോഗ് അപ്ലൈ ചെയ്യണോ? ഡിനോമിനേറ്ററിൽ നമ്മൾ ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ മതി. ഡിനോമിനേറ്ററിൽ ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ 1 പ്ലസ് ഹാഫ് ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ സെപ്പറേറ്റ് എടുത്ത് ചെയ്യുകയാണ്. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പം ഏതാ പ്രോപ്പർട്ടി? 1 പ്ലസ് ഓർ മൈനസ് എക്സ് റൈസ് ടു എം ദി ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എമ്മിന് പകരം 1 വന്നിരിക്കുന്നത്. എക്സ് റൈസ് ടു 1 എന്നാ. 1 പ്ലസ് ഓർ മൈനസ് എൻ എക്സ് റൈസ് ടു എം എന്നുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ 1 ഹാഫ് എക്സ് എന്ന് മാത്രം എഴുതി -1. ഇതും കട്ടായിപ്പോയി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ലോഗ് 2 ഡിവൈഡഡ് ബൈ ഹാഫ് എക്സ് എന്നായി. എക്സും കട്ടായിപ്പോയി. അപ്പോൾ ഈ 2 മേളി വരുമ്പോൾ 2 log 2 എന്നാകും. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? 2 log 2 ഇല്ല. കണ്ടോ? അപ്പോൾ വീണ്ടും നമുക്ക് പണിയായി. 2 log 2 ഇല്ല. അപ്പോൾ ലൂഗിൻ്റെ അടുത്ത പ്രോപ്പർട്ടി ഉപയോഗിക്കുക. എന്താ? ലോഗ് ഓഫ് എ ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് ബി റൈസ് ടു എന്നല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ലോഗ് ഈ 2 മേളി വരുമ്പോൾ 2 സ്ക്വയർ ആകും. അങ്ങനെ ലോഗ് 4 ആകും. ലോഗ് 4 ഉണ്ടോ? അത് അടക്കുന്നു. അതായത് ഇത് കുറച്ചുകൂടെ വേറൊരു ഫോർമുല ആക്കി തരാം. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഫോർമുല ഏതാ? പ്രധാനമായിട്ടും എം ലോഗ് എ എന്ന് പറയുന്നത് ലോഗ് എ റൈസ് ടു എം. എഴുതിയെടുത്തേ. ഹോസ്പിറ്റലിൽ ഭയങ്കര രസകരമാണ് ചെയ്യാനൊക്കെ. നമ്മൾ മേളിൽ ലോഗ് അപ്ലൈ ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് -1 എടുത്തില്ലെന്ന് പറഞ്ഞാൽ ലോഗ് 1 0 ആണ്. അവിടെ ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ 0. സെപ്പറേറ്റ് ലോഗ് അപ്ലൈ. ഇവിടെയും ലോഗ് കൊടുക്കുക, ഇവിടെയും ലോഗ് കൊടുക്കുക. അപ്പോൾ ലോഗ് 1 0 ആണ്. അതെടുത്ത് കളഞ്ഞു നമ്മൾ. അതിൻ്റെ ആവശ്യമില്ല, ടേമിൻ്റെ ആവശ്യമില്ല. ഇവിടെ -0 ആയി പോയത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇത് പിടികിട്ടിയോ? ഇതൊക്കെ അടിപൊളി ചോദ്യങ്ങളാണ്. ചെയ്യുന്ന ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഇനി ഇതും അടിപൊളി കുറച്ച് പ്രോപ്പർട്ടിയാണ്. ഇതൊക്കെ ഞാൻ ഓഫ്ലൈൻ ക്ലാസ് ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസാണ്. അവിടെ പഠിപ്പിക്കുന്നതിന് എവിടെയും പഠിപ്പിക്കുന്ന വ്യത്യാസമില്ല. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇവിടെ എങ്ങനെ എഴുതാം? 1 പ്ലസ് എക്സ് ദി ഹോൾ റൈസ് ടു 1/2 എന്നാക്കി കൂടെ ഇതിനെ? -1 മൈനസ് എക്സ് ദി ഹോൾ റൈസ് ടു 1/2 ഡിവൈഡഡ് ബൈ സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാക്കി കൂടെ? ഈ സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? റൂട്ടിനെ മാറ്റിയതാ. ദെൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആണ്. അപ്പോൾ എക്സ് ടെൻസ് ടു 0 ആകുമ്പം ദാണ്ടേ ഫോർ എ സ്മാൾ ആംഗിൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0
സൈൻ ഇൻവേഴ്സ് എക്സിനെ നിങ്ങൾ എക്സ് ആക്കി എടുത്താൽ മതി. ഇതൊരു അസംഷനാണ്, ഇതിൻ്റെ പിന്നാമ്പൂറൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല. സൈൻ ഇൻവേഴ്സ് എക്സ് വന്നാൽ നിങ്ങൾ എക്സ് ആക്കി എടുത്തോണം. അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് എക്സ് ടെൻസ് 0 ലിമിറ്റ് ആയതുകൊണ്ട് ഇവിടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. അപ്പോൾ 1+12x മൈനസ് ബ്രാക്കറ്റ് ഇടുക. അടുത്ത സ്റ്റെപ്പിൽ മൈനസ് അകത്ത് കയറ്റാവും. 1 - ½ x ഡിവൈഡഡ് ബൈ എക്സ് ഇടുക. പിന്നാമ്പറം പൊടി ഒത്തിരി ഉണ്ട് ഇതിനകത്ത്, അത് പറഞ്ഞു തരാൻ. അത് നിങ്ങൾ അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, കണക്ക് ചെയ്യില്ല. 1+12x കണ്ടേ -1 + ½ x ഡിവൈഡഡ് ബൈ എക്സ്. -1 ഉം +1 ക്യാൻസലായി. x x വരും, 1 വരും. ഓപ്ഷൻ ബി. കണ്ടോ, എല്ലാത്തിൻ്റെ സംഭവം ഇതാ പണി കിടക്കുന്ന. എഴുതിയെടുത്തേ. അടുത്ത ക്വസ്റ്റ്യൻ കണ്ട്, ഇതും പ്രോപ്പർട്ടി തന്നെ അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഞാൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഇൻഫിനിറ്റി അല്ല 0. ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് ആണ്. എക്സ് ടെൻസ് ടു 0 ടൈപ്പ് ചെയ്തപ്പം തിരിഞ്ഞു പോയതാ. എന്താ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ 1+8x - 1 ഡിവൈഡഡ് ബൈ 1+2x - 1. 1 കട്ടായിപ്പോയി. 8x/2x വന്ന്, x കട്ടായിപ്പോയി, 4 വന്ന്, 8/2 4 വന്ന്. ഓപ്ഷൻ സി. കാണുമ്പോഴൊക്കെ ഭീകരമായിട്ട് തോന്നും, പക്ഷേ ഭയങ്കര സിമ്പിളാണ്. അടുത്ത ഇത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 a sin x - 1 ഡിവൈഡഡ് ബൈ b sin x. എന്താ ലോഗ് അപ്ലൈ ചെയ്ത് പറഞ്ഞ എല്ലാവരും? ആൻസർ ഇപ്പോഴേ പറഞ്ഞ ലോഗ് അപ്ലൈ ചെയ്ത ആൻസർ എന്തോ ഒരുപാടേ ആണ്ടേ. ഇതെങ്ങനെ ചെയ്യുന്ന? സിമ്പിളല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്താ sin x log a. 1 എടുക്കേണ്ട ആവശ്യമില്ല, 0 ആയി പോവും. sin x log b. sin x കട്ടായി പോയി. അപ്പോൾ എന്തോരും? log a/b. ഇനി ഇങ്ങനൊരു ഓപ്ഷൻ ഇല്ല. ഇനി ഓപ്ഷന് വീണ്ടും വ്യത്യാസപ്പെടുത്താം. ഇവർക്ക് എങ്ങനെ എഴുതാം? log a to the base b. ഇങ്ങനെയും എഴുതാം. ഇവിടെ ആക്ച്വലി ഭാഗ്യത്തിന് log a/b ഉണ്ടാകുന്നത്, അത് എഴുതിയാൽ മതി. ഗ്യാപ്പ് എന്ന ഡിഫറൻസിയേഷൻ. ഇനി ലിമിറ്റിൻ്റെ ചോദ്യങ്ങൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ഇതിന് കുറച്ച് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് തരാം, നിങ്ങൾ ചെയ്ത് ഡൗട്ട് ഉണ്ടോ ചോദിച്ചാൽ മതി. ഇനി ഡിഫറൻസിയേഷൻ്റെ കുറച്ച് വെറൈറ്റി ചോദ്യങ്ങൾ. ഡിഫറൻസിയേഷൻ ലിമിറ്റും എല്ലാം വരും കേട്ടോ. dy/dxൻ്റെ കുറച്ച് എല്ലാം കൂടെ വരുന്ന ക്വസ്റ്റ്യൻസ്. കാരണം നമ്മൾ ഒരു ചാപ്റ്റർ 100 ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് എല്ലാ ചാപ്റ്ററും വേണം. വി ഹാവ് ലിമിറ്റഡ് ടൈം പീരീഡ്. y = cosec inverse. cosec inverse x ആണ് √x + 1 x - 1. ഓക്കെ, വി നോ വാട്ട് ഈസ് cosec inverse x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/sin inverse x ആണ്. അല്ലെങ്കിൽ sin inverse x 1/cosec inverse x ആണ്. അങ്ങനെ എഴുതാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമുക്ക് മര്യാദയ്ക്കുള്ള എഴുതാം. sin inverse x എന്ന് പറഞ്ഞാൽ 1/cosec inverse x ആണ്. cos inverse x എന്ന് പറഞ്ഞാലോ 1/sec inverse x ആണ്. tan inverse x എന്ന് പറഞ്ഞാലോ 1/cot inverse x ആണ്. ഇതൊരു പ്രോപ്പർട്ടി നമ്പർ 1. ഇനി നമ്മൾ പഠിക്കേണ്ട സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ്. ഇത് നിങ്ങൾക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഇല്ല, പക്ഷേ ഡിഫറൻസിയേഷനിൽ വരും. സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. പിന്നെന്താ പഠിക്കണ്ടേ? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ്. ഇത് മൂന്നും പഠിക്കുക. ഇത് മൂന്നും ഓക്കെ ആണല്ലോ. ഇതിനകത്ത് 2 പ്രോപ്പർട്ടി ഇവിടെ ആവശ്യമായിട്ട് വരും നമുക്ക്. അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്. ഇത് ഓക്കെ ആണല്ലോ മക്കളെ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലിസൺ, y = ഇവിടെ കോസ് ഇൻവേഴ്സ് ഇതുണ്ട്. ഇത് തന്നെ ഇവിടെയും വന്നു കഴിഞ്ഞാൽ ഇവിടെ സൈൻ വന്ന ആൻസറായി. അപ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് എക്സിന് എനിക്ക് y = സൈൻ ഇൻവേഴ്സ് എന്താ, ഇതങ്ങ് തിരിച്ചിട്ടാൽ പോരെ. √x - 1 ഡിവൈഡ് ബൈ √x + 1 1/, അല്ലേ? ഇതിനെ 1/, എടുക്കുമ്പോൾ തിരിഞ്ഞു വരത്തില്ലേ? പ്ലസ് കോസ് ഇൻവേഴ്സ് അതേ കണക്ക് തന്നെ എഴുതി √x - 1 ഡിവൈഡ് ബൈ √x + 1. ഇങ്ങനെ ചെയ്യുമ്പോൾ നോക്കിയ സൈൻ ഇൻവേഴ്സ് എക്സ് ഇതിവിടെ വന്നിരിക്കുന്ന എന്താണോ അത് തന്നെയാണ് ഇവിടെ വന്നത്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് π/2 അല്ലേ? അപ്പോൾ y = π/2 അല്ലേ? dy/dx എന്തോ വരും? dy/dx ഓഫ് എ കോൺസ്റ്റന്റ് 0 അല്ലേ? പിടികിട്ടിയോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ എപ്പോഴും ഉണ്ട്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി -1, ഓപ്ഷൻ സി 0, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇങ്ങനെ വരുത്തോളൂ. പിടികിട്ടിയോ? ഈ 2 പ്രോപ്പർട്ടികൾ നന്നായിട്ട് പഠിക്കുക. 2 പ്രോപ്പർട്ടികളും ക്രിസ്റ്റൽ ക്ലിയർ ക്രിസ്പായിട്ട് പഠിക്കുക.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എ മൈനസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് എ എക്സ്. ഇതിന് മുമ്പ് ഒരു കാര്യം പഠിച്ചു വെച്ചിരിക്കുക. ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിലെ. ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് വൈ ഇതറിയണം. കൂടാതെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ ഇതും അറിയണം. ദിസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി ഇവിടെ മൈനസ് ആണ്, അപ്പോൾ ഇവിടെ ഇതെടുക്കാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻഡിവിജ്വലി വരും. ഇവിടെ വരുന്ന ആൾ ടാൻ ഇൻവേഴ്സ് എക്സ്. ഇവിടെ എന്താണോ വരുന്നത് അയാളെ ടാൻ ഇൻവേഴ്സ് മൈനസ് ഇവിടെ എന്താണോ അയാളെ ടാൻ ഇൻവേഴ്സ്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് എ മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതിക്കൂടെ? വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? വൈ ഈസ് ഈക്വൽ ടു ഇല്ലേ? വൈ ഈസ് ഈക്വൽ ടു അങ്ങനെ എഴുതിക്കൂടെ? അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എടുക്കുമ്പോൾ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് എ കോൺസ്റ്റൻ്റ് ആണ്, അത് 0 ആണ്. 0 മൈനസ് ഇതിൻ്റെ 1/1 പ്ലസ് എക്സ് സ്ക്വയർ വരും. അപ്പോൾ ആൻസർ -1/1 പ്ലസ് എക്സ് സ്ക്വയർ. പിടികിട്ടിയോ? എക്സ് സ്ക്വയറിനാണോ ഈ എഴുതി വെച്ചേക്കുന്നത്? ശിവ 1 പ്ലസ് എക്സ് സ്ക്വയർ. പിടികിട്ടിയോടെ? അടുത്തത് പറയട്ടെ. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ സ്ക്വയർ എക്സ് വിത്ത് റെസ്പെക്ട് ടു കോസ് സ്ക്വയർ എക്സ്? ഇങ്ങനെ വിത്ത് റെസ്പെക്ട് ടു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴേ നിങ്ങൾ മനസ്സിലാലോചിക്കണം, ഇറ്റ് ഈസ് ആസ്കിങ് ഫോർ പാരാമെട്രിക് ഡിഫറൻസിയേഷൻ. ദാറ്റ് മീൻസ് ഇവിടെ ഇങ്ങനെ കേട്ടാൽ നിങ്ങൾ യു ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് എന്ന് എടുക്കണം. യു ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ്, വി ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ്, എന്നിട്ട് ഡി യു ബൈ ഡി എക്സ് കാണണം. ഓക്കെ, യു ക്യാൻ ഗെറ്റ് സം വാല്യൂ. ഡി വി ബൈ ഡി എക്സ് കാണണം, യു ക്യാൻ ഗെറ്റ് അനദർ സം വാല്യൂ. ദെൻ ഡി യു ബൈ ഡി വി കാണാനായിട്ട് എന്താ? ഡി യു ബൈ ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി വി ബൈ ഡി എക്സ് ആണ്. ഇത്രയേ ഉള്ളൂ എൻ്റെ സെറ്റപ്പ്. സൈൻ സ്ക്വയർ എക്സിനെ ചെയ്യുമ്പം ഡി ബൈ ഡി, ഇവിടെ പലർക്കും ഡൗട്ടുണ്ട്, എല്ലാവരും വേറെയൊക്കെ പറയും. അങ്ങനെയല്ല, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ ആദ്യം എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ്. അപ്പോൾ ഇതിനെ ചെയ്യുമ്പം 2 സൈൻ എക്സ് എന്ന് കിട്ടും. പിന്നെ സൈൻ എക്സിനെ ചെയ്യുമ്പോൾ കോസ് എക്സ് എന്ന് കിട്ടും. ഇവിടെ ചെയ്യുമ്പം 2 കോസ് എക്സ് എന്ന് കിട്ടും. കോസ് എക്സിനെ ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും. മൈനസ് ഞാൻ ഇവിടെ ഇട്ടു, മൈനസ് ഞാൻ റെഡിൽ എഴുതി തരാം, അതുകൊണ്ട് മൈനസ് ഇവിടെ ഇട്ടു. എന്നിട്ട് ഇത് ഡിവൈഡ് ചെയ്യുമ്പം എന്ത് വരും? 2 സൈൻ എക്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ -2 കോസ് എക്സ് സൈൻ എക്സ്. ഇതും വെട്ടിപ്പോകുമ്പം -1 വരും. സെറ്റാണോ? ക്ലിയർ ആണോ? അടുത്തത് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഒന്നുമില്ല, പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് എടുത്താൽ ഇവിടുത്തെ പണി മൊത്തം ഇപ്പോൾ തീരും. കാരണം യു ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2 ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്നാകും. ദിസ് ഈസ് നത്തിങ് ബട്ട് സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റയാണ്. ദിസ് ഈസ് നത്തിങ് ബട്ട് 2 തീറ്റ. അതുപോലെ ഇവിടെയും ഇതിങ്ങനെ തന്നെ ആയിരിക്കും. വി ഈക്വൽ ടു മനസ്സിലായിരിക്കും സാറേ, വേറെ വന്നാലും ഒന്നുമില്ല, ഇത് 2 തീറ്റയുടെ ഫോമിലായിരിക്കും. 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഇവിടെ നത്തിങ് ബട്ട് വി ഈക്വൽ ടു എന്താ വരും? കോസ് ഇൻവേഴ്സ് കോസ് 2 തീറ്റ. ദിസ് ഈസ് നത്തിങ് ബട്ട് 2 തീറ്റ. അപ്പോൾ 2 തീറ്റ ബൈ 2 തീറ്റ എന്താ വരും? 1 വരും. അപ്പോൾ ഇത് യു കിട്ടി. ഇപ്പോൾ ഡി യു ബൈ ഡി തീറ്റ എടുക്കുമ്പോൾ എല്ലാം കൂടെ ആൻസർ ചെയ്യുമ്പോൾ എന്ത് വരും? 1 വരും. 2 തീറ്റ ബൈ 2 തീറ്റ 1 അല്ലേ? ആണോടെ? ഇപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ കിടക്കുന്നത് -1 B1 C4. കാരണം 2 തീറ്റ വരയ്ക്കുമ്പോൾ 4 ആയിട്ട് നിങ്ങൾ ആലോചിക്കും. D2 ഓപ്ഷൻ ആൻസർ 1 ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ സൈൻ ഇൻവേഴ്സ് ഓഫ് 2x കണ്ടാൽ ചാടിക്കറി 2 തീറ്റ എന്ന് കൊടുത്തോണം. അതാണ് എൻ്റെ ആൻസർ വരുന്നത്. അടുത്ത നല്ലൊരു ചോദ്യമാണ്. y ഈസ് ഈക്വൽ ടു ലോഗൊക്കെ മിക്സ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്, അതുകൂടെ പറഞ്ഞുതരാം. ഇത് പ്രോപ്പർട്ടി ഉപയോഗിക്കുക. log x ബൈ log a പ്ലസ് log a ബൈ log x പ്ലസ് log x ബൈ x, അത് എഴുതിയിട്ട് എഴുതാം. log x ബൈ log x പ്ലസ് log a ബൈ log a. അപ്പോൾ ഇത് മട്ടാകുമ്പോൾ 1 ആവുമല്ലോ, അപ്പോൾ ഞാൻ അത് എഴുതുന്നില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1 ആകും. 1 + 1 എന്നാകും അല്ലേ? 1 + 1 എന്നാകും. അത് വെട്ടുമ്പോൾ 2 ആകും. 1 + 1 കൂടെ കൂട്ടുമ്പോൾ 2 ആകും. ആവത്തില്ലേ?
ഇത്രയും ഒരു അടിപൊളിയായിട്ട് മനസ്സിലായോടെ? കാരണം ഇതും 1 ആണ്, ഇതും 1 ആണ്. log x to the base x. ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? ദേവനന്ദൻ ഇത്രയും മനസ്സിലായോ? സജന, ശ്രീനാഥ് ഇത്രയും മനസ്സിലായോ? log x ഇത് 1 ആണ്, ഇതും 1 ആണ്. 1 + 1 2 ആണ്. ഇനി dy/dx എടുക്കുന്ന മാനുവലി എടുക്കുക. സാധാരണ രീതിയിൽ ചെയ്യുന്നതൊക്കെ ചെയ്യുക. dy/dx എടുക്കുമ്പോൾ log a കോൺസ്റ്റൻ്റ് ആണ്, 1/log a പുറത്തിട്ടു, എന്നിട്ട് log x ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/x കിട്ടി. സംശയമില്ലല്ലോ. പ്ലസ് log a വീണ്ടും വെളിയിലെടുത്തു. ഇവിടെ 1/log x ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പലരും log x 1/x, ഇപ്പോൾ 1/log x x അങ്ങനെ വിചാരിക്കരുത്. ഇവിടെ log a പുറത്തിട്ടാൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ കിടക്കുന്നത് d/dx ഓഫ് 1/log x ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടുന്നത്. മറ്റേനെ ചെയ്യുമ്പോൾ 0. ഞാൻ ഡിഫറൻഷ്യേറ്റ് കഴിഞ്ഞില്ല. dy/dx ഓഫ് എന്താ ഇവിടെ 1/x log x വന്നു, അത് ഡിഫറൻഷ്യേഷൻ കഴിഞ്ഞു. വിച്ച് ഈസ് ഈക്വൽ ടു താണ്ടെ log a ഇൻറ്റു ഇതാ നോക്കിയാൽ ഇതിനെ കോഷ്യൻ റൂൾ വെച്ച് ചെയ്യണം. അപ്പം ഡിനോമിനേറ്ററും ഡിഫറൻഷ്യൽ ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. എന്നിട്ട് dy/dx ഈസ് ഈക്വൽ ടു 1/x log x പ്ലസ് log a. അതുകൊണ്ട് ഇവിടെ ഈ ടൈം 0 ആയിപ്പോയി. ഇവിടെ താഴെ വരുമ്പം എന്തോ വരും? ആ മൈനസ് എടുത്ത് ഇങ്ങോട്ട് എഴുതാം അല്ലേ? ഈ മൈനസ് ഞാൻ ഒരു സൗകര്യത്തിന് ഇങ്ങോട്ടങ്ങ് ആക്കുക. മൈനസ് log a ഡിവൈഡഡ് ബൈ എന്തോ വരും? എക്സ് log x. ഈ 1/x താഴെ വരത്തില്ലേ? ഹോൾ സ്ക്വയർ. ഇതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആയിരുന്നു കേട്ടോ. എങ്ങനെ ചെയ്ത്? ഡിനോമിനേറ്റർ ഭയങ്കര നിർബന്ധമാണ്. ഇവിടെ മിസ്റ്റേക്ക് സംഭവിക്കുന്ന സ്റ്റെപ്പ് ഇതാണ്. ഈ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റും. log a പുറത്തെടുത്താൽ 1/log x ആണ് കിടക്കുന്നത്. അവിടെ കോഷ്യൻ റൂൾ അപ്ലൈ തന്നെ ചെയ്യണം. ഗെറ്റ് ഇറ്റ്? മനസ്സിലായോ? അടുത്ത പറയട്ടെ? താങ്ക് യു അല്ല, 1-2 ചോദ്യം ഇവിടെ പറഞ്ഞുതരാം. താങ്ക് യു ഒക്കെ കുറച്ച് കഴിഞ്ഞ് പറയാം. ദിസ് ഈസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. y ഈക്വൽ ടു e റൈസ് ടു 1/2 log 1 + tan square x. ഫൈൻഡ് dy/dx. ഓക്കെ, നോക്കിയേ, ഒരു പ്രോപ്പർട്ടി ഉണ്ട്. e റൈസ് ടു log x എന്ന് പറഞ്ഞാൽ x ആണ്. e റൈസ് ടു log y എന്ന് പറഞ്ഞാലും y ആണ്. അതായത് ഈയും ലോഗും കൂടെ അങ്ങ് ക്യാൻസൽ ആയിപ്പോവും. പിന്നെ അവശേഷിക്കുന്ന ആൾ മാത്രമേ വരത്തുള്ളൂ. ഇതൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് e റൈസ് ടു log ഓഫ് ഇതങ്ങ് മേളിക്കോണം. നമുക്കറിയാം m log a എന്ന് പറഞ്ഞാൽ log a റൈസ് ടു m എന്നല്ലേ. ഇപ്പോൾ log ഓഫ് 1 + tan square x the whole raised to 1/2 ഇങ്ങനെ ആവത്തില്ലേ. അപ്പം ഈ ലോഗും ക്യാൻസൽ ആയിപ്പോയിട്ട് y ഈക്വൽ ടു 1 + tan square x the whole raised to 1/2. വാട്ട് ഇറ്റ് മീൻസ്? y ഈക്വൽ ടു √1 + tan square x എന്നാകും. അണ്ടർസ്റ്റാൻഡ്? നമുക്കറിയാവുന്ന ഒരു തിയറി sin square x + cos square x 1 ആണ്. ഇതും പഠിച്ചു വെച്ചേക്കണം. sec square x - tan square x 1 ആണ് അല്ലേ. കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് 1 ആണ്. ഇവിടെ നിന്ന് 1 + tan square x, ഇതാ ഈ ഐഡൻറ്റിറ്റി നോക്കിയേ, സാറ് വെള്ളയിൽ മാർക്ക് ചെയ്യുന്ന ഐഡൻറ്റിറ്റി നോക്കിയേ. ഇവിടെ നിന്ന് നമുക്ക് സീക്ക് സ്ക്വയർ എക്സ് എന്നുള്ളത് 1 + tan square x എന്ന് എഴുതാം. സീക്ക് എക്സ് എന്നുള്ളത് √1 + tan square x എന്ന് എഴുതാം. അപ്പോൾ √1 + tan square x എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ് ആണ്. അപ്പോൾ dy/dx എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? സീക്ക് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? സീക്ക് എക്സ് ടാൻ എക്സ്. അടിപൊളി ചോദ്യമല്ലേ? സൂപ്പർ ചോദ്യമല്ലേ? കുറച്ച് പ്രോപ്പർട്ടികളുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. ഇത് സെപ്പറേറ്റ് ഒന്ന് എഴുതിയെടുക്കുക. ഒരു സീക്ക് എക്സിനെ എങ്ങനെ എഴുതിയെന്ന് നോക്കിയേ. കോഡിങ് സീക്ക് എക്സ് എന്ന് ഡയറക്റ്റ് പറയാതെ ഇങ്ങനെ പറഞ്ഞു. ഒരു ചോദ്യം പറഞ്ഞിട്ട് നിർത്താം. പക്ഷേ മക്കളെ ഇതൂടെ ചെയ്തേ. y ഈക്വൽ ടു 2 റൈസ് ടു എക്സ് ഇൻറ്റു 3 റൈസ് ടു 2x - 1. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഫൈൻഡ് dy/dx. നമുക്കറിയാം y ഈസ് ഈക്വൽ ടു a റൈസ് ടു x ആണെങ്കിൽ
dy/dx നമുക്ക് കിട്ടുന്നത് a⁻x log a ആണ്. ഇത് കൂടാതെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടി, y = a⁻, ഇപ്പോൾ 2x - 3 എന്ന് വിചാരിച്ചോ. ഇതിന് dy/dx എടുത്താൽ ഇത് പൊതുവെ പഠിക്കേണ്ട, പക്ഷേ ചെയിൻ റൂൾ തെറ്റിപ്പോവും. ഇത് തന്നെയാണ് ലോഗ് എന്ത് വരും, ലോഗ് എ വരും എങ്കിലും പിന്നെ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, അപ്പം 2ഉം കൂടെ വരും. അത് തെറ്റിപ്പോരുത്, ചെയിൻ റൂൾ തെറ്റിപ്പോരുത്. ബേസിക്കലി ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്കൊരു ഡൗട്ട് വരും. അതുകൊണ്ട് നിങ്ങളിതാ ഇതെന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെ ആരെങ്കിലും ഉണ്ടോ അയാളെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടി വരുമെന്നുള്ളതുകൂടെ നിങ്ങൾ അറിഞ്ഞൊന്ന് ഇരിക്കണം കേട്ടോ. അതപ്പോൾ ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഇവിടെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം, ഇവിടെ UV റൂൾ ഉപയോഗിക്കണം. അപ്പോൾ dy/dx സാർ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ ടു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 3(2x - 1) log 3 ഇൻറ്റു ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2x - ചെയ്യുമ്പോൾ ഒരു 2 വരും പ്ലസ്, ഇപ്പം ഫസ്റ്റ് ഫംഗ്ഷൻ ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇനി സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് എന്ത് ചെയ്യും, 2(x log 2). ഡൗട്ടില്ലല്ലേ, 2(x log 2) ഡൗട്ടില്ലല്ലോ. ആ എക്സ് വൈ പോലെ ഇരിക്കുന്നു, എക്സ് മാറ്റി 2(x) ആക്കി തരാം. ഡൗട്ടില്ലല്ലോ, ഇത്രയും ഡൗട്ടില്ലല്ലോ. അതായിരുന്നു ക്വസ്റ്റ്യൻ. ഇനി നിങ്ങളത് നോക്കിയാൽ dy/dx എടുത്തു കഴിഞ്ഞു, ഇനി അറേഞ്ച്മെൻറ്റ് മാത്രമേ ഉള്ളൂ. dy/dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കോമൺ ആരൊക്കെയുണ്ട്, ദാ ഇത് കോമൺ ആണ്, ഇത് ഇവിടെയുണ്ട്, 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 ഇവിടെയുണ്ട്. അപ്പം എനിക്ക് 2(x 3 × 2x - 1) നിങ്ങൾ കോമൺ എടുത്താൽ ഇവിടെ എന്തുണ്ട്, 2 log 3 ഉണ്ട്, അപ്പുറത്ത് ഇതും പോയി കഴിഞ്ഞാൽ log 2 ഉണ്ട്. എന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ y ആയിരുന്നു. ദാണ്ടേ ഇതെന്ന് പറഞ്ഞാൽ y അല്ലായിരുന്നു, നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് എഴുതാം dy/dx എന്ന് പറയുന്നത് y ഇൻറ്റു ഈ 2 log 3 എനിക്ക് log 3² പ്ലസ് log 2 എന്നാക്കാം. ഞാൻ സ്റ്റെപ്പ് കുറയ്ക്കാൻ വേണ്ടി ഇവർ എഴുതുക. അപ്പോൾ ഇവിടെ log 9 പ്ലസ് log 2 എന്നാക്കാം. അപ്പോൾ log a + b log ab ആകുമ്പം log 9 × 2 എന്നാകും. അപ്പോൾ log 18 എന്നാകും. അങ്ങനെയാണെങ്കിൽ y log 18. ദിസ് ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ y² log 18, y log 18, 18 log y, ഇങ്ങനെയൊക്കെയായിരുന്നു ഓപ്ഷൻ. നല്ല ചോദ്യമല്ലേ? നമ്മൾ 25 ചോദ്യങ്ങൾ, 24 ചോദ്യമായി അല്ലേ, 26, 25 ചോദ്യം. അപ്പോൾ 24, 25 ചോദ്യമായിട്ടുണ്ട്. അപ്പം നമ്മളുടെ ആദ്യത്തെ സെഷൻ 25 ചോദ്യങ്ങളാണ്. നാളെ ഡിഫറൻസിയേഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യനും ഇൻ്റഗ്രേഷനും കേട്ടോ. ഇൻ്റഗ്രേഷൻ്റെ നല്ല അടിപൊളി ചോദ്യങ്ങളുണ്ട്, ചോദിച്ച ചോദ്യങ്ങൾ. ഇൻ്റഗ്രേഷൻ്റെ ഒരു 15 ചോദ്യവും ഡിഫറൻസിയേഷൻ്റെ ബാക്കി ഒരു 8 ചോദ്യം, 28 ചോദ്യം, 25 ചോദ്യം ഡിസ്കസ് ചെയ്യാം നമുക്ക്. 10 ചോദ്യം നല്ല അടിപൊളി ചോദ്യങ്ങൾ. ഇത് കണ്ടാൽ തന്നെ നിങ്ങളുടെ പരീക്ഷാ ക്വസ്റ്റ്യനാണ്. ഞാൻ പരീക്ഷാ ക്വസ്റ്റ്യൻ കണ്ടാ ഇതുപോലത്തെ ക്വസ്റ്റ്യനാണ്, പരീക്ഷാ ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ടാണ് വരുന്നത്. ഇൻ്റഗ്രേഷൻ്റെ ഒക്കെ എൻ്റെ ഓൾറെഡി 40 സെറ്റ് ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, പക്ഷേ ടൈമില്ല, നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി 100 സെറ്റ് പ്രിപ്പയർഡ് ആണ്. എല്ലാം നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, ബൈനോമിയൽ ഉൾപ്പെടെ. അപ്പോൾ നിങ്ങൾ ചാപ്റ്റർ എൻ്ററിൽ നോക്കിയിട്ട് വരിക. ഓക്കെ, അപ്പം നാളെ കാണാം.